സർക്കാർ റിപ്പോർട്ട് കേരളത്തിന്റെ ശബരിമല എന്താണ് ദേശീയ ടൂറിസ്റ്റ് കേന്ദ്രമാണ് കൊണ്ടുവന്നവരാണ് ചെന്നിത്തലയാണല്ലോ അതിന്റെ അപ്പൊ ചെന്നിത്തല CPM-നെ സംരക്ഷിക്കാൻ വേണ്ടി ഇറക്കിയ നാടകമാണോ അങ്ങനെ ചിന്തിച്ചൂടി നിലവിലെ വാസവനും കൃത്യമായിട്ട് പറയണം ദേവസ്വം ബോർഡിൽ നടന്നത് കൊള്ളയാണെന്ന് പറയാൻ തയ്യാറാകണം കൊള്ളയാണ് അവിടെ സ്വർണ്ണ കൊള്ളയാണ് നടന്നത് അതിന് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ബന്ധമുണ്ട് ഇവരാരും അതിനെ പറയുമല്ലോ നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അതിൽ നിന്ന് ഞങ്ങൾ ചെയ്യുന്ന കാര്യം പക്ക സുതാര്യമാണ് ഞങ്ങൾ പറയുന്നുണ്ടല്ലോ ഈ രണ്ട് മുന്നണികളും കൂടി ഓരോ സാധനങ്ങളും അവിടെ പറയും ഇനിയിപ്പം അവിടുത്തെ ശബരിമല വിഗ്രഹം ഒഴിച്ച് ആ തങ്കയങ്കി ഉണ്ടോ എന്ന് വരെ സംശയമാണ് ആ തങ്കയങ്കി ഉണ്ടോ എന്ന് വരെ സംശയമാണ് പലപ്പോഴും നമസ്കാരം RS രാജീവ്. ഇപ്പോൾ ശബരിമലയിൽ SIT അന്വേഷണം ഒരു 2 മാസം മുമ്പ് ചാനൽ ചർച്ചയിൽ നിറഞ്ഞിരുന്നതാണ്. ഒരുപാട് വാർത്തകളുണ്ട്. ഇപ്പോൾ ഒരു SIT അന്വേഷണം പറ്റി ഒരു വാർത്തയൊന്നും പറഞ്ഞില്ല. കടകംപള്ളിക്കെതിരെയുള്ള വാർത്ത ഒന്നും പറഞ്ഞില്ല. SIT അന്വേഷണം ഇപ്പോൾ അടഞ്ഞിരിക്കുകയാണോ അതോ CPM-ഉം BJP ഡീലാണോ? CPM-ഉം BJP ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് CPM നടത്തിയ കൊള്ളയ്ക്ക് BJP എന്ത് ഡീൽ ചെയ്യാണ്? അന്വേഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേതൃത്വത്തിലല്ലേ? അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ CPM-ന്റെ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരല്ലേ? അല്ലാതെ ഇതൊന്നുമല്ല BJP-ക്ക് അല്ലെന്നാണ് ഒരു പങ്കുമില്ല. അവിടെ നടക്കുന്ന സത്യത്തിൽ SIT-യുടെ കാലാവധി തീരാറായെന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ SIT-യുടെ ഹൈക്കോടതി നിശ്ചയിച്ച കാലാവധി കഴിയുകയാണ് 1. 2 എന്ന് പറഞ്ഞാൽ അന്വേഷണം പോകുന്ന ഘട്ടങ്ങളും പോകുന്ന വഴികളൊക്കെ നമുക്കെല്ലാം അറിയാം. ഇതുവരെ യഥാർത്ഥ പ്രതികൾ ആരെന്നോ അവിടെ നിന്ന് കൊണ്ടുപോയ സ്വർണ്ണം എവിടെയാണെന്നോ ഒന്നും കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. സാധിക്കാത്തത് കൊണ്ടല്ല, യഥാർത്ഥത്തിൽ വമ്പന്മാരുടെ ഇടയിലേക്ക് പോകും എന്ന് അറിഞ്ഞത് കൊണ്ട് മാത്രമാണ് ശരിക്കും ഈ അന്വേഷണമൊക്കെ അട്ടിമറിക്കുന്നത്. അതായത് നിയമസഭാ തിരഞ്ഞെടുപ്പ്, ആ തിരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ട് എന്താ പറയുക ഒരു ഗൂഢതന്ത്രം പയറ്റുകയാണ് ഇടതുപക്ഷ സർക്കാരും ദേവസ്വം ബോർഡും എല്ലാം തന്നെ. അതിനകത്ത് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളാണ് ശ്രമിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏറ്റ കനത്ത ആഘാതം അവിടെയും SIT-യുടെ അന്വേഷണത്തെ ബോധപൂർവം തളച്ചിടാൻ വേണ്ടി ശ്രമിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പൂർണ്ണമായിട്ട് നിങ്ങൾക്കറിയാം, പലരും പറയും പോലെ നിരവധിയായിട്ടുള്ള പ്രമുഖരായിട്ടുള്ള IPS ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ ഇതിനകത്ത് ഇറങ്ങി നിൽക്കുന്നുള്ള കാഴ്ച. അത് ശബരിമല സ്ത്രീ പ്രവേശനത്തിലും ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അവർക്കൊക്കെ ഉന്നത പദവികൾ കൊടുക്കാൻ വേണ്ടി പോലും ഈ സർക്കാർ തയ്യാറാകുന്നു എന്നുള്ളതാണ്. അപ്പം എന്ത് വന്നാലും ശബരിമലയിൽ നടന്നിട്ടുള്ള ഈ ആ കൊള്ള പുറത്തു വരുന്നതെന്ന് ആഗ്രഹിക്കുന്നത് ഈ സർക്കാർ തന്നെയാണ്. എന്തുകൊണ്ടാണ് ആദ്യം നടത്തിയ ഒരു സമരമോ ഒരു പ്രസ് മീറ്റോ ആദ്യം നേരത്തെ വാർത്തകളല്ലേ BJP-ക്കാർ ഒരുപാട് പ്രതിഷേധം നടത്തിയിരുന്നു? എന്തുകൊണ്ട് ഇപ്പൊ പ്രതിഷേധം? BJP-യുടെ പ്രതിഷേധം കൃത്യമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. ഈ വരുന്ന 15-ാം തീയതി തണുത്തതല്ല, ഈ വരുന്ന 15-ാം തീയതി വീണ്ടും സമരവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. എല്ലാ വീടുകളിലും ഈ പ്രതിഷേധ ജ്വാല കത്തിക്കുകയാണ് മകരവിളക്കിൻ്റെന്ന്. അപ്പോൾ 2ാം ഘട്ടം എന്നുള്ള നിലയ്ക്ക്, അടുത്ത ഘട്ടം എന്നുള്ള നിലയ്ക്ക് നിരവധിയായിട്ടുള്ള സമര പോരാട്ടങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടിയും ഭാരതീയ യുവമോർച്ചയും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. മഹിളാമോർച്ച ഉൾപ്പെടെയുള്ളവർ നിരവധിയായിട്ടുള്ള അല്ലാത്ത സമരങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ കാണാത്തതുകൊണ്ടാണ്. BJP നടത്തുന്ന സമരങ്ങളൊന്നും കാണില്ലെന്നേ മാധ്യമങ്ങൾ. അത് പ്രത്യേകമാണ്. കാരണം ഇപ്പം നടക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചിലരെ രക്ഷിക്കുവാനുള്ള ബോധപൂർവമായുള്ള സ്ഥലം മാധ്യമങ്ങൾ ഉൾപ്പെടെ നടത്തുന്നു. അതുകൊണ്ട് BJP ഒരു വശത്ത് നിർത്തി CPM-ആയിട്ട് ധാരണ എന്ന് പറയുന്നു, ചിലർ പറയുന്നു കോൺഗ്രസുമായിട്ട് ധാരണ എന്ന് പറയും. ഈ ധാരണ ആരൊക്കെയാണെന്നുള്ള വ്യക്തമായിട്ട് അറിയാം. ഇപ്പൊ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലങ്ങളിൽ പല അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കുന്നതിൽ പോലും എന്തൊക്കെ ധാരണകൾ നടന്നിട്ടുണ്ടെന്ന് അറിയാം. അതൊന്നും പുറത്തു പറയാൻ വേണ്ടി ഒരു ആളും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണ് കേരളത്തിൽ അപൂർവപൂർവമായിട്ടുള്ള പാർട്ടിയുടെ വളർച്ചയ്ക്കും NDA-യുടെ വളർച്ചയ്ക്കും ജനങ്ങൾ കൈയൊഴിഞ്ഞ് സഹായിച്ചത്. ഈ SIT അന്വേഷണത്തിൽ കടകംപള്ളിയുടെ പേര് വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ മന്ത്രി ദേവസ്വം വാസന്റെ പേരൊന്നും പറഞ്ഞില്ല. അപ്പൊ ഇതൊക്കെ ഒരു ചാർട്ട് പരമായിട്ടാണ് ഈ അന്വേഷണം പോകുന്നത്. തീർച്ചയായിട്ടും കടകംപള്ളി സുരേന്ദ്രൻ എന്ന മുൻ മന്ത്രിയും നിലവിലെ വാസവനും കൃത്യമായിട്ട് പറയണം ദേവസ്വം ബോർഡിൽ നടന്നത് കൊള്ളയാണെന്ന് പറയാൻ തയ്യാറാകണം. കൊള്ളയാണ്, അവിടെ സ്വർണ്ണ കൊള്ളയാണ് നടന്നത്, അതിന് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ബന്ധമുണ്ട്. ഇവരാരും അതിനെ പറയുന്നല്ലോ. ഇവർ പറയുന്നത് എന്താണ്? ഹൈക്കോടതി അന്വേഷിക്കുന്നു, അവരന്വേഷിക്കുന്നു. സ്വന്തം വകുപ്പിനകത്ത്, മുൻ മന്ത്രി ആകട്ടെ ഇപ്പോഴത്തെ സ്വന്തം വകുപ്പിനകത്ത് ഇത്രയും വലിയ കാട്ടുകൊള്ള നടക്കുമ്പോൾ അത് കൊള്ളയാണെന്ന് പറയാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ? പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. തൻ്റെ വകുപ്പിൽ നടന്നിട്ടുള്ള ഒരു കാര്യം യഥാർത്ഥത്തിൽ അന്വേഷണം മന്ത്രിമാരിലേക്കും കൂടി എത്തണമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും മന്ത്രിമാരിൽ കൂടി എത്തണം ഈ അന്വേഷണം. അതിനകത്ത് യാതൊരു സംശയം. അറസ്റ്റിലായ CPM നേതാക്കൾക്കെതിരെ ഒരു നടപടി എടുത്തിട്ടില്ല, പാർട്ടി പുറത്താക്കിയിട്ടില്ല. അവരെ സംരക്ഷിക്കില്ലേ പാർട്ടി? തീർച്ചയായിട്ടും ഈ കേസിലെ പ്രതികളെ ഉൾപ്പെടെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ കേസിൽ പ്രതിയാണ് പത്മകുമാർ, പ്രതിയാണെന്ന് ഇന്നലെയും മെനിങ്ങാന്നും ഹൈക്കോടതി പറയാണ്. ദേവസ്വം ബോർഡ് ബെഞ്ച് പറയാണ് അയാൾക്ക് ഇതിൽ ഉത്തരവാദിത്വമുണ്ട് എന്ന് കൃത്യമായിട്ട് പറയാണ്. അപ്പോൾ പറയുമ്പം പോലും എന്താണ് CPM-ന്റെ നിലപാട്? വരട്ടെ എന്ന് വെച്ചാൽ അവരെ കോടതിയിൽ ഇതുവരെ കുറ്റക്കാരനായിട്ട് കണ്ടിട്ടില്ല. പാർട്ടി കോടതിയാണല്ലോ. ഈ രാജ്യത്തെ ഭരണഘടനയെ വിശ്വസിക്കുന്നില്ലല്ലോ CPM. പാർട്ടി കോടതിയിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല കുറ്റക്കാരനാണെന്ന്.
പാർട്ടി കോടതിയുടെ തീരുമാനം വരാൻ വേണ്ടിയിട്ടാണ് CPM കാത്തിരിക്കുന്നത്. ഈ അന്വേഷണം തുടങ്ങിയപ്പോൾ ആദ്യ കാലങ്ങളിൽ CPMന്റെ പങ്ക് മാത്രമേ വെളിപ്പെടുത്തിയുള്ളൂ. ഇപ്പോൾ ഈ ഒരാഴ്ചയായിട്ടാണ് ഈ അടൂർ പ്രകാശിന്റെ പേരും പറഞ്ഞത്. അപ്പോൾ ഈ തൊള്ളയിൽ കോൺഗ്രസിനും പങ്കുണ്ടെന്ന് BJP തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും പങ്കുണ്ട്. ഈ ഘട്ടം, അതായത് 2017 കാലഘട്ടത്തിലാണ് അടൂർ പ്രകാശ് ഉൾപ്പെടെ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവരെ ഈ പോറ്റിയും അതുപോലെ ഗോവർദ്ധനും കാണാൻ പോയി എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലാണ്. 2017 തൊട്ട് അവിടെ നിന്ന് കച്ചവടത്തിൻ്റെ എല്ലാ തന്ത്രങ്ങളും അവിടെ മെനഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. ആ തന്ത്രങ്ങൾ പൂർണ്ണമായിട്ട് മെനഞ്ഞു തുടങ്ങുന്ന കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും എങ്ങനെയൊക്കെ എവിടെയൊക്കെ കൊണ്ടുവന്ന് കടത്താമെന്നുള്ള ഒരു എന്താ പറയുക ധാരണ കള്ളക്കടത്തുകാരായിട്ടുള്ള അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തുകാരായിട്ടുള്ള ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ ധാരണയ്ക്ക് അനുസൃതമായിട്ട് ആരെയൊക്കെ കണ്ടാൽ ഇത് ഗുണം ചെയ്യും, ആ ഗുണത്തിന്റെ പേരിലാണ് പോയത്. ഈ 2017 CPM ആണ് കേരളം ഭരിക്കുന്നത്. അപ്പോൾ CPM കോൺഗ്രസ് തമ്മിലുള്ള ധാരണയാണോ? തീർച്ചയായിട്ടും ഇല്ലെന്ന് പറയാക്കൂലല്ലോ. ഞാൻ കേൾക്കട്ടെ, ഇത് BJP പറയുന്ന കഴിഞ്ഞ 15 വർഷക്കാലം കൊണ്ട് അവിടെ നടന്നിട്ടുള്ള എല്ലാ കൊള്ളകളും അന്വേഷിക്കണം. ദേവസ്വം ബോർഡിൽ നടക്കുന്ന കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള ആ കൊള്ളകളെല്ലാം തന്നെ അന്വേഷിക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യ അവസാനം വരെയും പറയുന്നത് CBI അന്വേഷിക്കണം. ഇത് CBI അന്വേഷിക്കണം. CBI അന്വേഷിച്ചാൽ മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരാൻ വേണ്ടി സാധിക്കൂ. അല്ലാതെ ഒന്നുമില്ല. നമ്മൾ ഓരോ ദിവസവും വഴിയും തോറും ഓരോ സാധനങ്ങൾ അവിടെ പോരും. ഇനിയിപ്പം അവിടുത്തെ ശബരിമല വിഗ്രഹം ഒഴിച്ച് ആ തങ്ക അങ്കി ഉണ്ടോ എന്ന് വരെ സംശയമാണ്. ആ തങ്ക അങ്കി ഉണ്ടോ എന്ന് വരെ സംശയമാണ്. പലപ്പോഴും പന്തളം കൊട്ടാരത്തിലേക്ക് തങ്ക അങ്കി ഘോഷയാത്ര കഴിഞ്ഞതിന് ശേഷം തിരിച്ചു കൊണ്ടുപോകുന്ന ചില വ്യവസായികളുടെ വണ്ടിയിലാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഗൂഢമായിട്ട് അന്വേഷിക്കണമെങ്കിൽ ഈ അന്വേഷണം ഒന്നും ഒരിടത്ത് എത്തൂല എന്ന് ഇന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിനും അയ്യപ്പ വിശ്വാസികൾക്കും അറിയാം. അപ്പോൾ ഇത് മാറണമെങ്കിൽ CBI അന്വേഷണം വേണം. വിശ്വാസികളെ സംരക്ഷിക്കുവാനും ശബരിമലയിൽ നടന്നിട്ടുള്ള യഥാർത്ഥ കൊള്ള, അതിൻ്റെ യഥാർത്ഥ കൾപ്രിറ്റ്സ് ആരെന്ന് പുറത്തു കൊണ്ടുപോകണമെങ്കിൽ CBI അന്വേഷണത്തിലൂടെ മാത്രമേ സാധിക്കൂ. ഇത്രയും വലിയ കൊള്ള നടന്നിട്ടും ഇത്ര വലിയ അന്വേഷണം നടന്നിട്ടും കേന്ദ്രം എന്തുകൊണ്ട് ഒരു ഇടപെടൽ നടത്തുന്നില്ല? കേന്ദ്രത്തിന്റെ സർക്കാരല്ലോ, കേരള സർക്കാരല്ലേ തീരുമാനിക്കുന്നത്. കേന്ദ്രത്തിന്റെ ഇടപെടലുകൾക്ക് ഭാരതീയ ജനതാ പാർട്ടി കേന്ദ്ര ഇടപെടൽ വേണമെന്നും അതുപോലെ തന്നെ CBI അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് ഞങ്ങൾ ചെയ്യുന്ന കാര്യം പക്ക സുതാര്യമാണ്. ഞങ്ങൾ പറയുന്നുണ്ടല്ലോ, ഈ രണ്ട് മുന്നണികളും കൂടി തകർത്തെറിഞ്ഞ ഒരു സ്ഥലമാണ് കേരളം. ദൈവത്തിന്റെ സ്വന്തം നാടിനെ ചെകുത്താന്മാരുടെയും കൊള്ളക്കാരുടെയും ഗോൾഡ് സ്മിത്തുകളുടെയും അല്ലെങ്കിൽ ഗോൾഡ് കള്ളക്കടത്തുകാരുടെയും നാടാക്കി മാറ്റിയാരാണ്? ഈ രണ്ടുപേർക്കും വലിയ പങ്കുണ്ട്. രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിക്കുകയാണ്. ഒരാൾ പറയുന്നു എനിക്ക് പേടിയില്ല, പേടിച്ചെന്ന് പറയാം. മറ്റേ പറയുന്നത് നിങ്ങളെ പേടിപ്പിക്കുന്നത് ഇതെന്താ കൊച്ചു കുട്ടികളെ കളിയാർ എന്തുകൊണ്ട് ഇടപെട്ടിട്ടില്ല? ഒരു വാർത്താക്കുറിപ്പോ ഒരു ഇടപെടൽ ഒന്നും നടത്തിയിട്ടില്ല. ഒരു സംസ്ഥാനത്ത് നടക്കുന്ന BJP സമരം നടത്തിയതുപോലെ അല്ലല്ലോ കേന്ദ്രം ഇടപെടേണ്ടത്. അതെങ്ങനെ കേന്ദ്രം ഒരു ഫെഡറൽ വ്യവസ്ഥയിൽ കേന്ദ്രം എല്ലാ ദിവസവും ഇടപെടാൻ പറ്റുമോ? എല്ലാ സ്ഥലമുണ്ട്. ഒരു എന്താണ് അല്ല സർക്കാരിനോട് റിപ്പോർട്ട് ചെയ്താലോ? സർക്കാർ റിപ്പോർട്ട് കേരളത്തിന്റെ കീഴിൽ ശബരിമല എന്താണ് ദേശീയ ടൂറിസ്റ്റ് കേന്ദ്രമാണോ? അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥലമല്ല. കേരള സ്റ്റേറ്റിന്റെ കീഴിൽ വരുന്ന ഒരു സ്ഥലമാണ്. അവിടെ നടക്കുന്ന ഒരു അന്വേഷണമാണ്. അങ്ങനെയാണെങ്കിൽ രാവിലെ തൊട്ട് കേരളത്തിൽ നടക്കുന്ന മുഴുവൻ അന്വേഷണവും BJP പറഞ്ഞ കേന്ദ്ര അന്വേഷണം. അതൊരു ഫെഡറൽ അതെ, അതിന് പറയേണ്ട ആരാണ്? അതിന് പറയേണ്ടത് യഥാർത്ഥത്തിൽ ഇത് പറയേണ്ട ആരാണ്? സംസ്ഥാന സർക്കാർ പറയണം. കേന്ദ്ര സർക്കാരിനോട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടണം. ഞങ്ങളുടെ ഈ നടന്നിട്ടുള്ള അതാണ് സംസ്ഥാന സർക്കാർ പറയണം. ഈ കൊള്ളക്കടത്തിൽ അന്താരാഷ്ട്ര ബന്ധമുള്ള സ്ഥിതിക്ക് ഇത് അന്വേഷിക്കുന്ന ഒരു കേന്ദ്ര ഏജൻസി അന്വേഷിച്ചാൽ മാത്രമേ പറ്റൂ. ഇപ്പം EDയുടെ അന്വേഷണം പറഞ്ഞു. ED തയ്യാറായിട്ടില്ലേ? കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനമല്ല ED. കാരണം ഇവർ കള്ളക്കടത്ത് മാത്രമേ അന്വേഷിക്കുന്നുള്ളൂ. എല്ലാവരെയും സംരക്ഷിക്കാൻ നടക്കുന്നത് അനധികൃതമായിട്ടുണ്ടായ സ്വത്ത് വിവരങ്ങളെ കുറിച്ച് അന്വേഷിക്കാം. അതിനാണ് ED ഇപ്പോൾ അന്വേഷിക്കുന്നത്. പക്ഷേ അവിടെയും ലിമിറ്റഡ് ആണ്. സ്വത്ത് വിവരങ്ങളെ കുറിച്ച് മാത്രമേ അന്വേഷിക്കാൻ പറ്റൂ. മറ്റ് കള്ളക്കടത്ത് ഭാഗങ്ങൾ വരണമെങ്കിൽ സ്വാഭാവികമായിട്ട് CBI അന്വേഷിക്കണം. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അവിടെയാണ് ഞങ്ങൾ പറയുന്നത് ഇത് ഒത്തുകളിയാണ്. രണ്ടുപേരും വന്നതിന് ശേഷം ഈ വ്യവസായി ഉണ്ടെന്നും ഈ കാര്യങ്ങൾ പറഞ്ഞ ചെന്നിത്തലയാണല്ലോ. ബഹുമാനപ്പെട്ട ചെന്നിത്തല എന്താ പിന്നെ അതിനുശേഷം മിണ്ടാത്തത്? എന്തുകൊണ്ട് അതിന്റെ ബാക്കി പത്രങ്ങളിലേക്ക് പോകുന്നില്ല? D-Mണിക്ക് ക്ലീൻ ചീറ്റ് കൊടുത്തിരിക്കുക SIT. D-Mണിക്ക് ക്ലീൻ ചീറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ D-Mണിക്ക് ക്ലീൻ ചീറ്റ് SIT കൊടുത്തിട്ടുണ്ടെങ്കിൽ D-Mണിയെ കൊണ്ടുവന്നാരാണ്? ചെന്നിത്തലയാണല്ലോ അതിന്റെ. അപ്പൊ ചെന്നിത്തല CPMനെ സംരക്ഷിക്കാൻ വേണ്ടി ഇറക്കിയ നാടകമാണോ? അങ്ങനെ ചിന്തിച്ചൂടും. D-Mണി ഇറക്കിയത് ചെന്നിത്തല സ്വാഭാവികമായിട്ടും ചെന്നിത്തല സംരക്ഷിക്കുന്ന ഒരു വഴിത്തിരിവായി ഈ കേസിനെ കൊണ്ടുവന്നുകൊണ്ട് ഈ CPM ശബരിമലയിൽ നടന്ന കള്ളക്കടത്തിനെ മാറ്റാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് പറയുന്നത് ഡീലാണെന്നത്. ഇത് കോൺഗ്രസും CPM തമ്മിലുള്ള ഡീലാണ്. സർക്കാരും പ്രതിപക്ഷവും തമ്മിലുള്ള ഡീലാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് കാണുന്ന ഡീൽ. ആ ഡീലാണ് ഈ ശബരിമല പ്രക്ഷോഭത്തിലും ശബരിമല കൊള്ളയിലും എല്ലാം കാണുന്നത്.